ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ഫാമിലേക്കാട്ടോ. ജംഗിൾ ഫാം എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾക്ക് ഏകദേശം ഇവിടുന്ന് കാൽഗറിയിൽ നിന്ന് നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഒരു 1 അവർ ഡ്രൈവ് ഉണ്ടായിരുന്നു, 1 അവർ പ്ലസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ മുമ്പ് പോയേക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രഷായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഹാർവസ്റ്റ് ചെയ്തേക്കുന്ന ആ ഫാമിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് പിക്ക് ചെയ്യാം. നമ്മൾ പിക്ക് ചെയ്ത് എത്രയാണോ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ആ പിക്ക് ചെയ്യണതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ അതിനവിടെ പേ ചെയ്യുന്നത്. അതല്ലാതെ അവിടെ വേറൊരു എൻട്രി ഫീയോ ഒന്നും അവിടെ ഇല്ല. നമ്മളവിടെ കൗണ്ടറിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു ചെറിയ ബേസ് ബോർഡിൻ്റെ ഒരു ബാസ്ക്കറ്റ് കിട്ടും. അതിനകത്താണ് നമ്മൾ സ്ട്രോബെറി പിക്ക് ചെയ്യുന്നത്. ഇത് സ്ട്രോബെറി പിക്കിങ്ങിന് മാത്രമുള്ള ബാസ്ക്കറ്റ് ആട്ടോ. ആ കൊണ്ടുപോകുന്ന പയ്യൻ അവനാണ് നമ്മളെ കാണിച്ചു തരുന്നത് ഏത് ലൈനിൽ നിന്നാണ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ അവൻ്റെ കയ്യിലൊരു ഫ്ലാഗ് ഉണ്ടാവും, അത് നമ്മൾ കയ്യിൽ പിടിക്കണം. എന്നിട്ട് നമ്മൾ സ്ട്രോബെറി പിക്ക് ചെയ്ത് തീരുന്നത് എവിടെയാണോ നമ്മൾ നിർത്തുന്നത് അവിടെ നമ്മൾ ആ ഫ്ലാഗ് കുത്തിവെക്കണം. അവർക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എവിടെ വരെ നമ്മൾ പിക്ക് ചെയ്തു, എവിടെ വരെ സ്ട്രോബെറീസ് ഇല്ല. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവർ നെക്സ്റ്റ് ആൾക്കാർ വരുമ്പോൾ അവരതനുസരിച്ച് ഏത് ലൈനാണോ എവിടെയാണോ എന്ന് അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പം നമുക്കിത് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. വലിയ പുതിയ സംഭവം ആയിരുന്നില്ല, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാളും ഒരുപാട് സ്ട്രോബെറീസ് കൂടുതലുണ്ടായിരുന്നു. കുറച്ചുകൂടി വലുപ്പം തോന്നിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും. ഇത് പപ്പയ്ക്കും മമ്മിക്കും വരുന്നതെന്നുണ്ടെങ്കിൽ പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ. കാര്യം സ്ട്രോബെറീസ് നമുക്ക് നാട്ടിലേക്കും ഇപ്പോൾ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ലുലു മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും, അല്ലാതെയും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് തോന്നുന്നു. പിന്നെ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ പണ്ട് എൻ്റെ ഒരു ചെറുപ്പകാലത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടി കൊടൈക്കനാലൊക്കെ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴാണ് സ്ട്രോബെറീസൊക്കെ കാണുന്നത്, മേടിക്കുന്നത്, കഴിക്കുന്നത്, ട്രൈ ചെയ്യുന്നതൊക്കെ. അതൊക്കെയും ചിലപ്പോൾ ഒരു അത്രയും വർഷത്തിനകത്ത് ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളൂ, കഴിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് വലിയ പുതുമയുള്ള കാര്യമല്ല. കാരണം നമുക്ക് സ്ട്രോബെറീസ്, റാസ്ബെറി അല്ലെങ്കിൽ ബ്ലൂബെറി എല്ലാ വെറൈറ്റീസൊക്കെ ആണെങ്കിലും നമുക്ക് എല്ലായിടത്തും ഉണ്ട്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്. ഏത് ചെറിയ കടയാണെങ്കിൽ പോലും നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ പിക്ക് ചെയ്യാൻ പോയി നമ്മൾ പ്ലാന്റിൽ നിന്ന് പറിച്ചെടുക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇവർക്കത് വലിയൊരു സംഭവമായിരുന്നു. ആഡം കുട്ടനാണെങ്കിൽ അതിനേക്കാളും എക്സൈറ്റഡ് ആയിരുന്നു. ആഡം കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വലുതായിരുന്നില്ലാത്തതുകൊണ്ട് അവൻ അത്ര അങ്ങ് ഓർമ്മയൊന്നുമില്ല. കാര്യം പറിച്ചിട്ടുണ്ട്, ഒരുപാട് തിന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്രാവശ്യം പോയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആദം കുട്ടനെ എല്ലാം പറിച്ച് ഇടാനും എല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. അതിനേക്കാൾ ഏറ്റവും വലിയ കോമഡി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദംകുട്ടൻ എല്ലാം പറിച്ച് പാത്രത്തിലേക്ക് കറക്റ്റ് ഇട്ടു. പക്ഷെ ഒരെണ്ണം പോലും കഴിച്ചില്ല. കഴിച്ചത് മൊത്തം വീട്ടിൽ വന്നിട്ടാട്ടോ. കാരണം ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. ഞങ്ങൾ പാത്രത്തിലേക്ക് ഇടുന്നേക്കാളും കൂടുതൽ നമുക്ക് തിന്നുമായിരുന്നു. നമുക്ക് തിന്നുകയും ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പയ്യെ തുടച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും, എന്നാലും പയ്യൊന്ന് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. അവർ കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്, കഴിക്കുന്നുമുണ്ട്, സെയിം പറിച്ചിടുന്നുമുണ്ട്. ആദ്യം എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചകൾ നോക്കിയാണ് ആദ്യമേ പറിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ പഴുത്തത് നോക്കിയൊക്കെ പറിച്ച്. എന്നാലും അവിടെ ഇവിടെയും ചെറിയ കുത്തും ചെറിയ ചതച്ചിലും ഒക്കെ ഉള്ളതായിരുന്നു ആദം. അപ്പോൾ ആദം പറിച്ചിരുന്നത് വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു പപ്പയുടെ മെയിൻ പരിപാടി. പിന്നെ നമ്മൾ ഏവലൂട്ടനെയും കൊണ്ട് കുറച്ച് പറപ്പിച്ചു. നമുക്ക് പെട്ടെന്ന് ചെടികൾ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും, അയ്യോ സ്ട്രോബെറി ഒന്നും ഇല്ലല്ലോ, മൊത്തം തീർന്നല്ലോ എന്ന് തോന്നും. പക്ഷേ ഇതെല്ലാം ഒളിഞ്ഞിരിക്കുന്ന അതിൻ്റെ അടിയിലാട്ടോ. നമ്മൾ ആ ഇല മാറ്റി നോക്കുമ്പോൾ ചെറിയ ചെറിയ കുടലകളായിട്ട് ഇങ്ങനെ എല്ലാത്തിൻ്റെ അടിയിലുണ്ടാവും. നമുക്ക് ആദ്യം ചെന്ന് കഴിയുമ്പോൾ തോന്നും അയ്യോ എല്ലാം തീർന്നു പോയിന്ന്. പക്ഷെ നമ്മൾ പറിച്ച് തുടങ്ങുമ്പോൾ എല്ലായിടത്തും അപ്പുറത്തൊക്കെ ഉണ്ട്. നമുക്ക് തന്ന ലൈനിൽ നിന്ന് പറിക്കണം എന്നുള്ളതായിരുന്നു നമ്മൾ ചെല്ലുന്നതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് പറിക്കാം. പക്ഷേ പറിച്ച് നമ്മളിങ്ങനെ പെട്ടെന്ന് അപ്പുറത്തൊക്കെ കണ്ടുപോരുമ്പോൾ നമ്മളെല്ലാം മാറിപ്പോൾ എല്ലാവരും ചെയ്യുന്ന പരിപാടി അത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും നമ്മുടെ വേറൊരു ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു പോയിരുന്നത്. നമ്മളെല്ലാവരും കൂടെ തുടങ്ങിയ ലൈനിൽ നിന്ന് കുറേ മാറിയിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. പക്ഷെ നമ്മളത് അറിയാതെ പോകുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നതല്ല. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കാണുമ്പോൾ അയ്യോ അത് പറിക്കണം എന്നുള്ളൊരിതിനകത്ത് പോകുന്നതാണ്. എന്തായാലും ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് സ്ട്രോബെറി കഴിഞ്ഞ് ഞങ്ങൾ പോയത് വെജിറ്റബിൾസിലോട്ടാണ്. അപ്പോൾ സ്ട്രോബെറി നമ്മളെല്ലാം കൂടി ലാസ്റ്റ് പേ ചെയ്താൽ മതി. നമ്മൾ ആദ്യം തന്നെ വെജിറ്റബിൾ സെക്ഷനിൽ പോയപ്പോൾ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ്. വൈറ്റ് പൊട്ടറ്റോസ് ആണ്, മിനി പൊട്ടറ്റോസ് അല്ല. എന്നാൽ നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അത്രയും ഭയങ്കര വലിയ പൊട്ടറ്റോസും അല്ല, ഒരു മീഡിയം സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫ് കാണിച്ചു തരും എങ്ങനെയാണ് അവർ അത് പറിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരും. പുള്ളിക്കാരി വന്നിട്ട് ജസ്റ്റ് ആ ഒരു തണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് പൊക്കി വലിച്ചെടുത്തു. പിന്നെ മണ്ണിൻ്റെ അടിയിൽ തിരഞ്ഞ് മൊത്തം എടുക്കുവാണ്. നമുക്കറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് അടിയിലുണ്ടെന്ന് അറിയുന്നത് എന്നുള്ളത്. പക്ഷേ ഒരുമാതിരിപ്പെട്ട എല്ലാത്തിൻ്റെയും ചെടിയുടെ അടിയിൽ അത്യാവശ്യം ഒരുപാട് പൊട്ടറ്റോസ് ഉണ്ടായിരുന്നു കേട്ടോ. പപ്പയും ഡൊമിനിക്കും ആണെന്നുണ്ടെങ്കിൽ മാറി മത്സരിച്ച് ഓരോന്നും മാറ്റി ഏതിനകത്താണ് ഇല്ലാത്ത ഉണ്ടെന്നുള്ളത് നോക്കി നടക്കുമായിരുന്നു. പക്ഷേ പറിച്ച എല്ലാത്തിൻ്റെ അടിയിലുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 3-4 കടയോളം ഏകദേശം പറിച്ചു. അത് അത്യാവശ്യം ഒരു വലിയ ബാഗ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ തണ്ട് പറിച്ച് കഴിയുമ്പോൾ ശരിക്കും പൊട്ടറ്റോ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ആ ഇരിക്കുന്ന ചുറ്റും മണ്ണിൻ്റെ ഉള്ളിൽ നമ്മൾ തപ്പിക്കഴിയുമ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല പൊട്ടറ്റോസ് ഉണ്ടായിരുന്നു.
അതിന് നമ്മളിത് വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊട്ടറ്റോ ആയിട്ട് ഒരു രീതിയിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര എന്താ പറയുന്നത്, ക്രീമിയാണ്, വേറൊരു ഫ്രഷ് ഫ്ലേവറാണ്. ആ ഒരു പൊട്ടറ്റോൻ്റെ ഭയങ്കര കട്ടി സ്റ്റാർച്ച് ആ ഒരു സംഭവം ഇല്ല, മട്ടിക്കില്ല നമുക്ക് കഴിച്ചാൽ. അങ്ങനെയൊക്കെയും ഭയങ്കര ഒരു പ്രത്യേകതയായിരുന്നു. അതിനെ നമുക്ക് ആ ഭയങ്കര ഡിഫറൻസ് മനസ്സിലാവും ശരിക്കും. അത്രയും സൈസ് ഇല്ലായിരുന്നു ശരിക്കും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു സാധാ പൊട്ടറ്റോൻ്റെ ഹാഫൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പൊട്ടറ്റോൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കടയും പറിച്ച് പോകുമ്പോഴും പറിക്കുന്തോറും ആദംകൂട്ടനും പപ്പയ്ക്കും ഡൊമിനിക്കിനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഏബിലിൻ്റെ മമ്മി കൈകാര്യം ചെയ്യുമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ വീഡിയോഗ്രാഫർക്കും ഫോട്ടോഗ്രാഫറായിട്ട് ഇങ്ങനെ നടന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ മൊത്തത്തിൽ പൊട്ടറ്റോൻ്റെ ഒരു പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദംകൂട്ടനും മണ്ണിലിട്ട് തോണ്ടി പറിക്കാനും എടുക്കാനും ഒക്കെ നല്ല രസമായിരുന്നു. അവനും കുറേയൊക്കെ പറക്കിയെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അപ്പുറത്ത് നമ്മൾ കണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് കോൾറാബി ഉണ്ടായിരുന്നു. പിന്നെ കോൾറാബിയുടെ പ്രത്യേകത, നമ്മളുടെ സാധാരണ ഞാൻ കണ്ടേക്കുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെയും കോൾറാബി നമ്മുടെ ഗ്രീനാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന കോൾറാബി എന്ന് പറയുന്നത് പർപ്പിൾ കളറായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പർപ്പിൾ കോൾറാബി കാണുന്നത്. അത് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ സാധനം സാലഡ്സിലൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് അത് വെച്ച് ഉണ്ടാക്കിയിട്ടുമില്ല, ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മേടിച്ചു കൊണ്ട് വന്നാലും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാത്തതുകൊണ്ട് അത് നമ്മൾ പിക്ക് ചെയ്തില്ല. പക്ഷേ നമ്മൾ പൊട്ടറ്റോൻ്റെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ആ കയ്യിലിരിക്കുന്ന ബാഗിനകത്ത് ഒരുമാതിരിപ്പെട്ട ഒരു എനിക്ക് തോന്നുന്നു ഒരു 3-4 kgs ഉണ്ടായിരുന്നു ഏകദേശം നമ്മുടെ പൊട്ടറ്റോ എന്ന് പറയുന്നത്. കോൾറാബി നമ്മൾ പറിച്ചില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് കോളിഫ്ലവറാണ്. ഈ കണ്ട പർപ്പിൾ കോളിഫ്ലവറും ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. അതായത് നമ്മളുടെ സാധാരണ എല്ലായിടത്തും കണ്ടേക്കുന്ന കോളിഫ്ലവറും മേടിച്ചേക്കുന്നതും ഇതിന് മുന്നേ കഴിച്ചേക്കുന്നതും ഒരു ക്രീം കളർ ഓഫ് വൈറ്റ് കോളിഫ്ലവറാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ശരിക്കും ഒരു ലാവൻഡർ പർപ്പിൾ കളറായിരുന്നു ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ. ആദ്യം ഞാൻ വിചാരിച്ചു ശരിക്കും ഇത് എന്തോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്തേക്കുന്നതാണ്. പക്ഷെ അല്ല, ഇത് നാച്ചുറൽ കളർ കോളിഫ്ലവറാണ്. 4 കളറ് കോളിഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഈ കാണുന്ന യെല്ലോ ഓറഞ്ച് ആയിട്ടുള്ളത്, പിന്നെ പർപ്പിൾ, പിന്നെ ശരിക്കും ലീഫിൻ്റെ ഗ്രീൻ ആയിട്ടുള്ള കോളിഫ്ലവർ, പിന്നെ നമ്മൾ സാധാരണ കാണുന്ന ഓഫ് വൈറ്റ് ക്രീം കോളിഫ്ലവർ. ഇത്രയും 4 വെറൈറ്റീസ് ശരിക്കും ഇതിൻ്റെ കോളിഫ്ലവർ ഉണ്ടെന്നുള്ളത് ഇത് കണ്ടതിന് ശേഷം ഒരു ചെറിയ റിസർച്ച് നടത്തിയപ്പോഴാട്ടോ മനസ്സിലായേ. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർപ്പിൾ കളർ കോളിഫ്ലവറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ കോളിഫ്ലവറുകളിനേക്കാളും ഒരു കണ്ടൻറ്റ് ഉണ്ട്. നമ്മുടെ ഈ ഗ്രേപ്സ് അല്ലെങ്കിൽ റെഡ് ക്യാബേജ് അതിനകത്തൊക്കെ വരുന്ന ആന്തോസയാനിൻസ് എന്ന് പറഞ്ഞാൽ, എനിക്കറിയില്ല കറക്റ്റ് അതാണോ പേര് പ്രൊനൗൺസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ട്. ഇത് ഉള്ളത് കൊണ്ടാണ് ഇതിന് ഈ കളർ കിട്ടുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ് മറ്റേ സാധാ കോളിഫ്ലവറിനേക്കാളും. ആൻഡ് പ്ലസ് ആൻറ്റി ഓക്സിഡൻറ്റും ആണെന്നാണ് പറയുന്നത്. എനിക്കൊന്നും പർപ്പിൾ കളറുകൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര എൻ്റെ അറിവ് ശരിയാണെന്ന് എനിക്കറിയില്ല. ഫോർ എക്സാമ്പിളാണ് ബ്ലൂബെറി ആൻഡ് ബ്ലാക്ക്ബെറി ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നുള്ളത് ഞാൻ വീഡിയോ കേട്ട് ഒരു ഓർമ്മയുണ്ട്. എന്തായാലും പിന്നെ ഈ യെല്ലോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ സെയിം നമ്മുടെ ക്യാരറ്റിൻ്റെ ഒരു വെറൈറ്റി ഇതാണ്. ബീറ്റ കാരോട്ടിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് ആ കോളിഫ്ലവറിന് മഞ്ഞ കളറുള്ളത്, ഒരു ഓറഞ്ച് യെല്ലോ എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറിച്ചത് ക്യാബേജാണ്. ക്യാബേജ് പറിക്കാൻ നമ്മൾ നല്ലൊരു പണി പെട്ടിട്ടോ. കാര്യം ഇത് തിരിച്ച് ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് അവർ പറഞ്ഞു. അല്ലെങ്കിൽ അവരുടെ ഒരു ടൂൾ ഉണ്ടായിരുന്നു. ടൂൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ബുഷൊക്കെ കട്ട് ചെയ്യുന്ന വലിയ നീട്ടത്തിലുള്ളൊരു സിസേഴ്സായിരുന്നു. അതിൻ്റെ ശരിക്കും പേരെന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഒരു നീട്ടത്തിലുള്ളൊരു കത്രിക. പക്ഷേ ആ സാധനം നമ്മൾ എടുക്കണ്ട, കൈവച്ച് തിരിച്ചാൽ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഡൊമിനിക്ക് പണി തുടങ്ങിയത്. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി കാര്യം വിചാരിച്ചത്ര സിമ്പിളല്ല. ഒരുപാട് തിരിച്ച് മറിച്ച് പഠിച്ച പണി 18 നോക്കിയിട്ടാട്ടോ സംഭവം കിട്ടിയത്. ഭയങ്കര ബലമായിരുന്നു. അതും കിട്ടിയത് ഒടിഞ്ഞല്ല പോകുന്നത്, താഴേന്ന് വേരോട് കൂടി മണ്ണേപ്പാടെ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആദംകൂട്ടനാണെന്നുണ്ടെങ്കിൽ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പിന്നെ അവിടെ ചെന്ന് നിൽക്കണില്ല, ആദത്തിന് ബോറടിക്കണമെന്ന് പറഞ്ഞ് കളിക്കാൻ പോയി. അപ്പോൾ അവർ ബാക്കി അവിടെ പിക്കിംഗ് പരിപാടി ചെയ്തു, ഞങ്ങളിങ്ങോട്ട് കളിക്കാൻ വന്നു. അങ്ങനെയായിരുന്നു മൊത്തത്തിൽ ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഏകദേശം ഞങ്ങളൊരു ഉച്ചയായപ്പോൾ അവിടെ എത്തി, 11 മണിയൊക്കെ ആയപ്പോൾ എത്തി. 11 മണിക്ക് നമ്മൾ ആക്ച്വലി പിക്കിംഗ് തുടങ്ങി. നമ്മൾ ഏകദേശം ഒരു 10:30
10:45 അവിടെ എത്തി തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഫുഡ് പരിപാടികൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വാഷ്റൂമിലേക്ക് പോയി. നമ്മൾ പിക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും ഏകദേശം 11 മണിയായി. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത് ഉച്ച കഴിഞ്ഞ് മഴ കാണിച്ചിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3-3:30 അവിടെ നിന്ന് ഇറങ്ങി. കറക്റ്റ് ഞങ്ങൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയും സ്റ്റാർട്ട് ചെയ്തു, ഹെയിലും സ്റ്റാർട്ട് ചെയ്തു. റോഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വണ്ടി ഓടിക്കാനായിട്ട്. പക്ഷെ നമുക്ക് പിക്കിങ്ങിന് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാം ഭംഗിയായിട്ട് പോയി. നല്ല അടിപൊളി ഫൺ ഡേ ആയിരുന്നു. നമ്മളെക്കാളും കൂടുതൽ ആദംകുട്ടനും പപ്പയ്ക്കും മമ്മിക്കുമായിരുന്നു ഇതിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം പോയതുകൊണ്ടായിരിക്കാം, എന്നാൽ പോലും എത്ര പ്രാവശ്യം പോയാലും ഒട്ടും ബോറടിക്കാത്തൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിലും ഒരിക്കലും ബോറടിക്കില്ല. അവർക്ക് ഇനി പിക്കിംഗ് ഒരുപാട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പോലും ഇതുപോലെ കളിക്കാനും ഇതിനായിട്ടൊക്കെ അവർ ചെറിയ പാർക്ക് സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് റാസ്ബെറി ഉണ്ടായിരുന്നു, ടൊമാറ്റോസ് ഉണ്ടായിരുന്നു, പെപ്പർ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നമുക്ക് സമയം കൂടി ഇല്ലാതിരുന്നുകൊണ്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒരുപാട് ഏരിയ ഉണ്ട്. നമുക്കൊരിക്കലും ഒരു ബോറടി ആയിട്ടോ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടായികയോ വരുന്നവർ വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തു. നിങ്ങൾ ഇതുപോലൊരു ലൊക്കേഷനിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് പോകേണ്ട ഒരു സ്ഥലമാണ് ജംഗിൾ ഫാം. ഒരുപാട് ദൂരമൊന്നുമില്ല, 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ദൂരമൊന്നുമല്ല. സോ എന്തായാലും പോയിരിക്കുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.